ആനന്ദമാനന്ദമാനന്ദമേ ആനന്ദമാനന്ദമാനന്ദമേ ബ്രഹ്മാനന്ദ നിത്യാനന്ദ സദാനന്ദ പരമാനന്ദമാനന്ദമാനന്ദമേ എന്തോ സൂപ്പർ, അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഷാനിക്ക അടിപൊളിയായിട്ട് പാടി. എനിക്ക് ആകെ നമ്മുടെ എന്താ ഞാൻ എന്താ പറയാൻ വരുന്നേ, അനുപല്ലവിന്റെ ചരണത്തിന്റെ ലാസ്റ്റ് സംഗതി. അതെ, അത് മാത്രമേ നമ്മള് എല്ലാവരും വട്ടമിട്ട് വെച്ചിട്ടുള്ളൂ. ഓ, അത് എല്ലാം നമുക്കൊന്ന് ശരിയാക്കണം. ഓക്കേ, വാ ശരിയാക്ക്. പാടടാ. തുടങ്ങിക്കോ.
ആദ്യം പല്ലവി കഴിഞ്ഞിട്ടുള്ള ഓ ഓ കല്യാണ ആ ഓ കല്യാണ ഒരു ഇത്ര ഉണ്ട്. ഓ കല്യാണ മറ്റേ ഓ കല്യാണ കച്ചേരി. ഒരു ഓയ കൂടി ഇല്ലേ? അതെ ഉണ്ട്. ഇനിയുണ്ട്. ഓ അതെ കല്യാണ. അതാണ് അത് പാടിക്ക. ആ ഓ കല്യാണ പണി അറിയാം. വെരി ഗുഡ്. അതാ ഇവിടെ. അറിയാം, നമുക്ക് പണി അറിയാം. പക്ഷെ പണി എടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ എടുക്കില്ല. ഓ വിട്ടുപോയി. പക്ഷെ മെബുട്ട ആ ഓ ഒഴിച്ചാൽ ഹൈലി എനർജറ്റിക് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോറസ് സിംഗേഴ്സ് കേട്ടോ. ആരൊക്കെ കോറസ് പാടിയത്? കൈവക്കേ. ആരൊക്കെ കൈവക്ക്? രണ്ടുപേരും 3 പേരില്ലേ? പാർവണ, വൈഗ, ആഗ്നസ്. ആഗ്നസ്. അടിപൊളി ഓർക്കസ്ട്ര. ഓർക്കസ്ട്ര. എന്റെ പൊന്നേ, സൂപ്പർ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടാ. ആണോ? ഇപ്പോഴാണോ മോൻ അറിയുന്നത്? അവര് തുടക്കം മുതൽ പാട്ടിനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്ന് ഉദ്ദേശിച്ചു. അത് ആ, അടിപൊളിയായിരുന്നു കേട്ടോ. അച്ഛനൊക്കെ എൻജോയ് ചെയ്തിട്ടാണ്. അല്ല, എത്ര പണി എടുക്കുന്നതിൽ എല്ലാവർക്കും പണിയാ. അതെ, ഈ പാട്ടില് സ്ട്രിംഗ് സെഷൻ, അതിന്റെ ഇന്റർലൂഡ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ പാട്ടിന് അതെ, ഒരു ബ്യൂട്ടിഫുൾ മെലഡി കൂടിയാണ്. അടിപൊളി സംഭവം. പക്ഷെ ഇതിന്റെ അടിയിൽ ഒരു വെരി ബ്യൂട്ടിഫുൾ മെലഡി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെബുഡിന് അത് അടിപൊളിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു ഈ സർ. ഓ ഒഴിച്ച്. ഒഴിച്ച് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക ചേച്ചി. മക്കളെ, എന്തോ ഇപ്പൊ ഷാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഉള്ള പ്രശ്നം ഓ എന്തൊരു ഓ അല്ലേ? ഈ പല ഓ പല ഓ അതെല്ലാം പ്രശ്നം. ഈ സാധാരണ ഒരു ബിലഹരി രാഗം ബേസിൽ പാട്ട് ഒന്ന് ചെയ്തു വരിക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞ ഒരു ചലഞ്ചിങ് ഒരു കാര്യം തന്നെയാണ്. എം ജയേന്ദ്രൻ ചേട്ടൻ വളരെ അസാധ്യമായിട്ട് അത് ചെയ്തു. ഈ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇത്രയും കഷ്ടം കൊണ്ടുവരണം ഓയിൽ വെച്ച് എന്ന് അദ്ദേഹം എന്താണാവോ തിങ്ക് ചെയ്തത്. പക്ഷേ അത് നല്ലൊരു ചലഞ്ചിങ് തന്നെയാണ്. ഞാൻ ഇത് കേട്ടപ്പം ബി ശശികുമാർ സാർ എൻ്റെ ചെറുപ്പകാലത്തെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്. അദ്ദേഹം ഗണപതിം ഗുണനിധിം ലയനിധിം, ഇത് ഈ സംഗതി ഇതിൻ്റെ പല ഗണപതിം ഗുണനിധിം ലയനിധിം, ഇതൊന്നാ. അടുത്തത് ഗണപതിം ഗുണനിധിം ലയനിധിം. ഇങ്ങനെ ഇതിനൊരു എന്തുവാ ചേച്ചി ജീനിയസ് ആണ്. അയ്യോ അല്ല കേട്ടോ, അയ്യോ ഞാൻ പാവാ. ഒരു പാവം ജീനിയസ്. ഒരുപാട് പേരുടെ ടീച്ചർ. എനിക്കിവിടെ പണ്ട് മലയാളത്തിലെ ഒരു മാഗസിനിൽ എനിക്ക് പേര് പിങ്കാന്ന്. പിന്നണി ഗായകരുടെ ടീച്ചർ പിങ്ക. ചേച്ചി പറയും. എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു ആ പേര്. അപ്പൊ അതാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. മോൻ ബാക്കിയുള്ള പാട്ടുകൾ മോൻ ഇത് നന്നായി പാടി. ഇടയ്ക്ക് ഒരു മൂവ്മെന്റ് ഒക്കെ കാണിച്ചത് അതൊക്കെ നന്നായിരുന്നു കേട്ടോ. ബേബി നല്ലൊരു സിംഗറാണ്. രണ്ടാമത് ആ ഓയെല്ലാം പാടിച്ചപ്പോൾ സൂപ്പറായിട്ട് പാടുകയും ചെയ്തു. അപ്പൊ ഇനി ലൈവായിട്ട് പാടുമ്പം ആ ഈ ഓയൊക്കെ വന്ന് കറക്റ്റായിട്ട് പാടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എന്താ താങ്ക് യു പിങ്ക മാമി. അവൻ നല്ല പ്രസൻസ് ഓഫ് താങ്ക് യു പിങ്ക മാം. ചേട്ടാ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സർ. നന്നായിട്ട് എല്ലാ പ്ലാൻസും. ഇത് ഏത് രാഗത്തിലുള്ള സോങ് ആണ്? എന്റെ പേരിന്റെ ആദ്യാക്ഷരം എന്റെ പേരും ഉണ്ട് അതില്. ആ അതിൽ ആദ്യ അക്ഷരം ഉണ്ട്, എന്റെ പേരും ഉണ്ട്. അതെ, സത്യം കേട്ടോ. അതെ. അതിന്റെ സെക്കൻഡ് പാർട്ട് ഒരു വാക്കിന്റെ ഒരു ഇതേ ഉള്ളൂ. ബിന്നി. പറഞ്ഞോ. ബിലഹരി. ബിലഹരി. അപ്പൊ എന്തായാലും മോനെ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പാടി. ആ തിങ്സ് ഒക്കെ മോന് റിപ്പീറ്റ് ചെയ്തപ്പോ യു സാങ് റിയലി വെൽ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പോൾ മോനെ ഈ പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ ശങ്കർജിയുടെ ഒക്കെ ലൈവ് പോയി കാണണം കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ എനർജി ഒരു ഫസ്റ്റ് ബിഗിനിങ് തൊട്ട് ആ കോൺസേർട്ട് കഴിയുന്നത് വരെ ഇങ്ങനൊരു നിപ്പ. പിന്നെ ഓഡിയൻസിനൊക്കെ എടുത്ത് ഇങ്ങനെ പറപ്പിക്കുന്നതാണ്. എന്തൊരു ഇവിടെ ഒരാളുണ്ട് ശങ്കർജിക്ക് ഒരുപാട് സ്റ്റേജിൽ ശങ്കർജിയുടെ കൂടെയും ഹരിജിയുടെ കൂടെയും വായിച്ച ഒരു ബേസിസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ട്, ജോസി ചേട്ടൻ. എന്തായാലും ഈ ഒരു മൊമെന്റിൽ എന്താ പറയാനുള്ളത് ശങ്കർജിയെ പറ്റി? സ്റ്റേജ് അല്ല, എന്നാലും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രിപ്പറേഷൻ, പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ്? ആള് അടിപൊളി സിമ്പിളാ. പ്രത്യേകിച്ച് ആളങ്ങനെ ഒന്നും ഇടപെടാറില്ല, ഒന്നുമില്ല. അല്ല, എന്നാലും പ്രാക്ടീസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് സമയത്ത് വന്ന് ആ സമയത്ത് ഒരു സ്ട്രിക്റ്റ് ഒന്നല്ല, ഫ്രീഡാണ്.
എല്ലാവർക്കും ഫ്രീഡം ആയിട്ട് ഭയങ്കര ജോളിയാണല്ലേ, അതെ 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 ഭയങ്കര ഹാപ്പി. സ്റ്റേജിൽ കയറുമ്പോഴും അങ്ങനെ പ്ലാൻഡ് ഒന്നും അല്ലല്ലോ, എല്ലാം അങ്ങനെ ഒരു ഒറ്റ പോക്കല്ലേ. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കും അത്. അതാണ് പിന്നെ ഭയങ്കര ഹിറ്റായ ഒരു റീലില്ലേ, ശങ്കർജിയും ഇതുപോലെ തന്നെ ഒരു ഫ്ലോട്ടിസ്റ്റും കൂടിയുള്ള അതെ 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 ആ, അതെ അതെ ഒരു ലേഡി, ഒരു ജുഗൽബന്ദി പോലെ ജുഗൽബന്ദി പോലെ. ഒരു ഓ എന്നുവെച്ചാൽ ഫ്ലൂട്ടിന് നമുക്ക് ഫ്ലൂട്ട് ഇത് പാടി ഇത് ഭയങ്കര പാടാ അവര് വായിക്കുന്ന ഒരു സ്പീഡിൽ. പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുന്നു, വായിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ അവിടെ തിരിക്കുന്ന ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ ഞാൻ പറയാം, നമ്മുടെ രാജേഷ് ഏട്ടൻ അയ്യോ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന എന്റെ കവർ പൂക്കൾ പൂക്കും എന്ന് പറഞ്ഞ സോങ്ങില് ഫ്ലൂട്ട് വായിച്ചിരിക്കുന്നത് രാജേഷ് ഏട്ടൻ. അവിടെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നേ ഉള്ളൂ. അതെ, എല്ലാവരും ഉണ്ടല്ലോ. അത് ഞാൻ കടവും പറഞ്ഞ് വിളിച്ചു, ചേട്ടാ ഒരു ചെറിയ ഒരു വർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് വായിക്കൂ എന്നൊക്കെ പറഞ്ഞ് പാവം എന്റെ സ്റ്റുഡിയോയിൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തല്ലേ, ഞാൻ തന്നെ എഞ്ചിനീയർ ആയിട്ടിരുന്നു, ഞാൻ തന്നെ മൈക്കൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ തന്നെ ടേക്ക് എടുക്കുക. കാരണം പൈസ ഇല്ല, വേറെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റെക്കോർഡ് അദ്ദേഹം പാവം ഒന്ന് വന്ന് എനിക്ക് ഡിമാൻഡ് ഒന്നും ചെയ്യാതെ വന്ന് ശംഖു നമുക്ക് എടുക്കാടാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആ കേൾക്കുന്ന കവറിൽ കേൾക്കുന്നത് വായിച്ചിരിക്കുന്നത് സാക്ഷാൽ രാജേഷ് ഏട്ടനാണ്. എന്നാ നമുക്ക് ചെറിയൊരു ബിറ്റ് കേട്ടാലോ? ആ പൂക്കൾ ആ യെസ്, ചെറിയൊരു ബിറ്റ്. മറന്നുപോയാ എന്ത് ചേട്ടാ എന്നാ ഒരു മാസ്റ്റർ പീസ് വായിക്കും രാജേഷ് ഏട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്ലൂട്ട് ബീറ്റോ എന്തെങ്കിലും സംതിങ്. ഏതെങ്കിലും ഏതെങ്കിലും സിനിമയില് ഏതും ആവാം. എനിക്ക് ഇളയനിലയുടെ ആ ഒരു ബീജി ഒന്ന് വായിച്ചു തരാമോ? എല്ലാരും കൂടി ഒന്ന്. ആഹാ സാബാഷ്. സൂപ്പർ. താങ്ക് യു. നമ്മുടെ കുട്ടി മാർക്ക്. Yes, കൊടുക്കാം മോന്റെ കാര്യം മറന്നുപോയി, പെട്ടെന്ന് കൊടുക്കാം. ഇവിടെ ഒരാളുണ്ടായിരുന്നു. അതെ Okay, Yes. ചോദിക്കാം. ചെയ്യാം. ഷാനിക്ക, മെബൂട്ട, എന്തോ ഇപ്പൊ പിന്നെ ഒരു ഓ ആയിരുന്നു ഒന്ന് സ്ലിപ്പായതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ദൈവം സഹായിച്ച് എല്ലാ ഓ അങ്ങ് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു 0.5 ഞാൻ കുറയ്ക്കുകയാണ്. 9. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ 9. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ചേച്ചി 9. 9. പറയടാ താങ്ക് യു പിങ്ക്. താങ്ക് യു പിങ്കു ചേച്ചി. അപ്പൊ 27 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. കൺഗ്രാറ്റ്സ്. താങ്ക് യു.